ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹനാസ് വ്ലോഗ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ രാത്രിയായിരുന്നു ഞങ്ങളുടെ ഉംറ. നല്ല രീതിയിൽ ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. മക്കയിലെ പല ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിലും ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുപോയി. അതേപോലെ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. പല ആളുകളും ഈ ഒരു സ്ഥലം വന്ന് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് അഭയം തേടിയിരുന്ന സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചരിത്ര പ്രസിദ്ധമായ ഹിറാ ഗുഹയാണ്. ഞങ്ങളുടെ കൂടെ ഉള്ളവരിൽ കുറച്ച് പേര് മാത്രമാണ് ഹിറാ ഗുഹ കാണാൻ വേണ്ടി ഇറങ്ങിയത്. ഇത്രയും ഉയരത്തിലാണ് ഹിറാ ഗുഹ എന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. മുകളിൽ വരെ എനിക്ക് കയറാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല, എന്നാൽ നമുക്കൊന്ന് കയറി നോക്കാം. ഹയ കൂടെ ഉണ്ട്, അവളെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ കൂടെ വരുന്ന ഉസ്താദ് അയാളോട് ചോദിച്ച് ഹയ കയറുമോന്ന്. ഹയ കയറും എന്നൊരു ഉറപ്പിന്മേലിലാണ് ഞങ്ങൾ പോകുന്നത്. അത് കണ്ടോ ഗൈസ്, ഒട്ടകങ്ങളെയൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഒരുക്കിയിട്ട് അതിൻ്റെ പുറത്ത് കുറേ ആൾക്കാർ സഞ്ചരിച്ച് പോകുന്നത്. ഇവിടെ ആണെങ്കിൽ കുറേ കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ പൈസ കൊടുത്തിട്ട് നമ്മളെ ഇങ്ങനെ റൈഡിങ്ങിന് കൊണ്ടുപോകും. നല്ല രസമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് റൈഡ് ചെയ്യണമെങ്കിൽ ക്യാഷ് സെപ്പറേറ്റ് അടിക്കണം. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറാൻ വേണ്ടി തുടങ്ങുവാണ്. വബി വെള്ളക്കുപ്പിയൊക്കെ കൈ പിടിച്ചോണ്ട് നേരത്തെ അങ്ങ് കയറുവാണ്. ഉമ്മിയായും ഭയങ്കര സ്ലോ ആണ്. ഞാനും വാപ്പി സ്പീഡ് നടക്കുമ്പോൾ അവർക്ക് സ്പീഡിൽ നടക്കാൻ വയ്യ. അവസാനം ഹയായെ വാപ്പി എടുത്ത്. അവർക്ക് എന്തൊരു സുഖമുണ്ട്, തോളെ കയറി ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. ആ കാണുന്ന മലയുടെ ഏറ്റവും ടോപ്പിൽ വേണം നമുക്ക് കയറാൻ. ഇപ്പം ഞങ്ങൾ കയറി കുറച്ച് ഭാഗം വരെ എത്തി. ഞാൻ ഇവരെ കാത്തു നിൽക്കാനൊന്നും പോയില്ല. എനിക്കറിയാം ഇവരെ കാത്തു നിൽക്കുവാണെങ്കിൽ ഇപ്പോഴൊന്നും എത്തത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഉസ്താദിൻ്റെ കൂടെ അങ്ങ് നേരെ സ്പീഡിൽ അങ്ങ് പോയി. വാപ്പിക്ക് 8ന്റെ പണിയാണ് കേസ് കിട്ടിയിരിക്കുന്നത്. കാരണം 2 എണ്ണത്തിനെയും കൂടി വാപ്പി കൊണ്ടുവരണം. കാരണം ഇവർ രണ്ടുപേരും മെഗാ സ്ലോക്കാരാണ്. വാപ്പി ഹയായ താഴേന്ന് ചൂണ്ടിക്കാണിക്കുന്നത് എന്നെയാണ്. ഞാൻ അങ്ങ് ടോപ്പിൽ ഇത്തിരി നല്ല മേളിലെത്തിയായിരുന്നു ഇവർ ഈ സമയത്ത്. ഞങ്ങൾ അസറിൻ്റെ സമയത്താണ് കയറാൻ തുടങ്ങിയത്. ഉമ്മി വാപ്പി മേളിലെത്തിയപ്പോഴത്തേനും മഗ്‌രിബ് ബാങ്ക് വിളിച്ചു. നിങ്ങൾ കാണുന്നത് മേളിൽ നിന്ന് താഴെയുള്ള വ്യൂ ആണ്. മേലോട്ട് കയറാൻ സ്റ്റെപ്പും ഉണ്ട്, പിന്നെ സ്ലോപ്പായിട്ടുള്ള വഴിയും ഉണ്ട്. കാലുവേദനയൊക്കെ ഉള്ളവർക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുത്തനെ ഉള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നബിതങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ എങ്ങനെ കയറിയെന്ന് ഞാൻ ആലോചിച്ചു പോയി. വാപ്പി ഹയായും ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടോ ഗൈസ്. ഇനി ഇത്രയും കൂടി മുകളിലോട്ട് കയറണം ഇവർക്ക്. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല. കയറാൻ നേരം വലിയ ബുദ്ധിമുട്ടില്ല ഗൈസ്, ഇറങ്ങാൻ നേരമാണ് ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ മേളിൽ കയറാൻ നേരം അത്രയ്ക്ക് ഇതൊന്നും ഇല്ല, നമ്മൾ ഇരുന്നിരുന്നാണ് പോകുന്നത്. പക്ഷെ ഇറങ്ങാൻ നേരമാണെങ്കിൽ കുത്തനെ ഇരിക്കുമല്ലോ, അപ്പം ഇരിക്കുവാണെങ്കിൽ നമ്മൾ നിരങ്ങി അങ്ങ് പോകും. അതുകൊണ്ടാണെങ്കിൽ കാല് കിടക്കുകയാണ് നിൽക്കുമ്പം. നമ്മളൊരു സ്ഥലത്ത് കയറി നിൽക്കുമ്പോൾ കാലെങ്ങനെ ഇങ്ങനെ കിടക്കണമെന്ന് വിറയ്ക്കും. അങ്ങനെ ഉമ്മിയും വാപ്പയും ടോപ്പിലെത്തിയപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സൂക്ഷിച്ചിറങ്ങാം, 2 പേര് ഇപ്പൊ തന്നെ സൂക്ഷിച്ചടങ്ങാം. തെന്നലുള്ള കല്ല, 2 പേര് ഇപ്പൊ തന്നെ അടിച്ച് വീണതാ. മോളിറങ്ങിയോ അവിടെ? അത് ഗുഹയ്ക്കകത്ത് അവരും ഇറങ്ങിയില്ലേ? ഇവിടെ വന്ന് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങണം ഹിറാ ഗുഹ കാണാനായിട്ട്. പക്ഷെ അവിടെ കാണാൻ കയറിയ കുറെ ആൾക്കാര് വീണു. അതുകൊണ്ട് ഞാൻ മോളിൽ നിന്നാണ് ഹിറാ ഗുഹ കണ്ടത്. വാപ്പി ഉമ്മി താഴെ ഇറങ്ങി ഹിറാ ഗുഹ ഒക്കെ കണ്ടു. അങ്ങോട്ട് ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം, തെന്നലുള്ളതാണ്. ഇവിടം വരെ ഉള്ളു. പോട്ടെ ഉമ്മിയെ വിട. നീ സൈഡിൽ കൂടെ ഇറങ്ങി. ഇതുവഴി അങ്ങ് താഴോട്ട് ഇറങ്ങല്ലേ?
പിന്നെ എന്തായാലും വന്നില്ല നോക്കിട്ട് ഇത്രയും കേറിയില്ല. ഉമ്മി വാപ്പി ഇറങ്ങുന്ന കണ്ടപ്പം പേടിയായി. കാരണം അവിടെ 2 ആൾക്കാർ ഇപ്പം തന്നെ തെന്നി അടിച്ച് വീണ്. അതുകൊണ്ട് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള വഴിയാണ് അവിടെ. കാരണം ഓക്സിജൻ ഒക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് പോകണ്ടെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കണ്ടേ, 2 എണ്ണം കൂടി പോയി. ആളുകൾ അവിടെ നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉമ്മി വാപ്പി എന്തായാലും കണ്ടിട്ടേ വരുന്നുള്ളെന്നുള്ള തീരുമാനം എടുത്തു. എന്നെ ഹയായെ മുകളിൽ നിർത്തി. എന്നിട്ട് അവർ രണ്ടുപേരും താഴോട്ട് കാണാൻ വേണ്ടി ഇറങ്ങി. മോളിൽ നിന്ന് നമുക്ക് ഹിറ ഗുഹ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. ആളുകൾ മൊബൈൽ കത്തിച്ചോണ്ട് പോകുന്ന കണ്ടില്ലേ, ആ കാണുന്നതാണ് ഹിറ ഗുഹ. കയറുന്നോ അങ്ങോട്ട്? പെണ്ണുങ്ങളൊക്കെ കയറുന്നുണ്ട്. ഇതറിയ കയറുന്നോ? ഇടയ്ക്ക് കയറിയിട്ട് വാ. ആണെങ്കിൽ അവിടെ വരെ ഇറങ്ങിയില്ല. നമുക്ക് എന്തായാലും ഇതാക്കിയിട്ട് വരാം. എന്തായാലും അവിടെ വരെ ഇറങ്ങി. अरबी नहीं मालूम, हिंदी इंग्लिश में नो। कौन सी इधर से जाते निकलोगे മതിയാ മതിയാ നീ കയറണം, നീ കയറണം. ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഹിറ ഗുഹ കണ്ട് ഞങ്ങൾ ഇറങ്ങി. അത് കണ്ടോ ഗൈസ്, ആ ടോപ്പ് ലൈറ്റ് വരെ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ കേറിയത്. അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് ഹയാക്ക് ഒരു കുതിരക്കുട്ടിയുടെ പുറത്ത് കയറാൻ ഒരാഗ്രഹം. എങ്കിൽ വാപ്പ പറഞ്ഞെങ്കിൽ ഒരു കയറി റൈഡൊക്കെ ചെയ്തിട്ട് വരാൻ. ഹയൊരു പേടിയില്ലാതെ ഹയ കയറി. സാധാരണ അവൾക്ക് എന്തോ അത്തിലാണെങ്കിലും പേടിയുള്ളവളാണ്. ഇതിന് മാത്രം അവള് പേടി കാണിച്ചില്ല. അങ്ങനെ ഹയ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുവാണ്. അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.